കായേന്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു. കായന്റെ യാഗം മോശമാണെന്ന് എന്നും പറഞ്ഞിട്ടില്ല. ബൈബിളിൽ എങ്ങും കായന്റെ യാഗം മോശമാണെന്ന് പറഞ്ഞിട്ടില്ല. പകരം ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്നുണ്ടെങ്കിൽ രക്തച്ചൊരിച്ചിലുള്ള യാഗം വേണം കഴിക്കാൻ. ഇത് നമുക്ക് എല്ലാം ഇതിനോടകം അറിയാം. കായന്റെ യാഗം രക്തച്ചൊരിച്ചിൽ ഇല്ലാത്തത്. പക്ഷെ കായന് ന്യായം പറയാൻ ഒരുപാടുണ്ട്. രക്തച്ചൊരിച്ചിലുള്ള യാഗം കഴിക്കാൻ ഞാൻ ആട്ടിടയനാണ്, എൻ്റെ ജോലിയില്ല, എൻ്റെ കായികങ്ങളിൽ നിന്ന് മാത്രമേ കൊണ്ടുത്തരാനൊക്കത്തുള്ളൂ. എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ മാർത്തോമ സഭയിലുള്ള ഒരു സൺഡേ സ്കൂളിലാണ് പഠിച്ചിരുന്ന. അന്നത്തെ അധ്യാപകൻ പറഞ്ഞു തന്നത് പേടും കുരുടും അങ്ങനെയുള്ളതൊക്കെയാണ് കായൻ ദൈവത്തിന് കൊണ്ട് കൊടുത്തതെന്ന അത് കള്ളമാണെന്ന് പിന്നെ മനസ്സിലായി. കാര്യം കൃഷി ഫലം തരാതെ പേടും കുരുടും തുടങ്ങിയത് കായന്റെ ശാപത്തിന് ശേഷമാണ്. അതുവരെ ഭൂമി അതിൻ്റെ പൂർവ്വവീര്യം കൊടുത്തിരുന്നു. അന്ന് പേടും കുരുടും കിട്ടത്തില്ല, സാധനം ഇല്ല. അപ്പോൾ അത് കള്ളം പറഞ്ഞതാണ്. തടി തപ്പാൻ വേണ്ടി ചുമ്മാ പറഞ്ഞത്. ദൈവം കായന്റെ യാഗത്തിൽ പ്രസാദിക്കാത്തതിന്റെ കാരണം കായേന് ഇഷ്ടപ്പെട്ടതാണ് ഇവ കൊണ്ട് കൊടുത്തത്. ദൈവത്തിന് വേണ്ടതല്ല കൊണ്ട് കൊടുത്തത്, കായേന് ഇഷ്ടപ്പെട്ടതാണ് കൊണ്ട് കൊടുത്തത്. നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ അവർക്കൊരു ഇഷ്ടപ്പെട്ടത് കൊടുക്കണം. ഞാൻ മറ്റൊരു ഉദാഹരണം പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി, എൻ്റെ കൂടെ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ കുറച്ച് നാൾ എന്നെ ജോലി ചെയ്തിരുന്ന കാലത്ത് ഒരു ഡോക്ടർ M.K. ഗുണശേഖരൻ എന്ന് പറയുന്ന ആൾ ജോലി ചെയ്തിരുന്നു. ഡോക്ടർ M.K. ഗുണശേഖരൻ്റെ 33-ാമത്തെ വയസ്സിലാണ് ഞാനും അദ്ദേഹവും ഒരുമിച്ച് ജോലിക്ക് വരുന്നത്. അദ്ദേഹത്തിന് സ്വന്തം കണ്ടുപിടുത്തമുള്ള ആളാണ്. ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങിച്ച ആളാണ്. ഇവിടുത്തെ തിരുവനന്തപുരത്തുള്ള കേരള യൂണിവേഴ്സിറ്റി ഉപയോഗിക്കുന്ന അൾട്രാസോണിക് പൾസ് ഇന്റർഫെറോമീറ്റർ എന്ന സാധനം കണ്ടുപിടിച്ചത് ഡോക്ടർ M.K. ഗുണശേഖരനാണ്. അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം യൂണിവേഴ്സിറ്റികൾ മാത്രം ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. മെറ്റലർജി പഠിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. ഹയർ ലെവലിൽ അദ്ദേഹമാണ് കണ്ടുപിടിച്ചത്. ഈ മനുഷ്യൻ 33 വയസ്സായിട്ട് ഒരു വിവാഹ ആലോചനയ്ക്ക് പോലും പോയി. പുള്ളിയോട് എന്നെ ചോദിച്ചാലും ഇപ്പോൾ പരീക്ഷണം കഴിഞ്ഞ് നേരമില്ല വാസ്തവ. അതുകൊണ്ടാണ് സാറേ എന്നെ വിളിക്കുന്നത്. സാറേ ഇവിടെ എനിക്ക് നേരമില്ല, പരീക്ഷണം കഴിഞ്ഞ് നേരമില്ല. ഇവരെന്നും രാത്രി ഹോട്ടലിൽ പോകുന്ന 11 മണി കഴിഞ്ഞിട്ടാണ്. 11 മണി കഴിയുമ്പോഴത്തേക്ക് ഹോട്ടലെല്ലാം അടച്ചിരിക്കും. പിന്നെ മിച്ചം വന്ന ഉണക്കച്ചാപ്പത്തിൽ ഇവൻ ആ പാടെ കിട്ടുന്നത്. ഒരു ദിവസം ഞാൻ ഗുണശേഖരനോട് പറഞ്ഞു, ഗുണശേഖരൻ നീ ഇങ്ങനെ നടക്കുകയും ഞാൻ തടിയനായിട്ട് നടക്കുകയാണ്, ഇത് രണ്ടും കൂടി ശരിയാകില്ല. അതുകൊണ്ട് നീ ഒരു ദിവസം എൻ്റെ വീട്ടിൽ വന്ന് ആഹാരം കഴിച്ചോ പറ്റൂ. പുള്ളി പറഞ്ഞു എനിക്ക് നേരമില്ല. നമ്മൾ നിന്നെയും കൊണ്ട് ഞാൻ പോകും. ചില ഭൂതങ്ങൾ അങ്ങനെ പറയുന്നത്, ഞാൻ നിന്നെയും കൊണ്ടുപോകും. എനിക്കെൻ്റെ പ്രായക്കൂടുതൽ. ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാണ് ജോലി ചെയ്യുന്നത്. ഞാൻ മാനേജർ മാനുഫാക്ചറിങ്, അവനെ മാനേജർ R&D. ഇത് രണ്ടും ഞാൻ നിന്നെ കൊണ്ടുപോകും. ഒരു ദിവസം ഞങ്ങൾ ടൈമൊക്കെ പറഞ്ഞിട്ട് ഇന്ന ദിവസം വരാമെന്ന് പറഞ്ഞു. എന്നാൽ നീ എന്തുവാ കഴിക്കുന്നതെന്ന് ഗുണശേഖരനോട് ഞാൻ ചോദിച്ചില്ല. അത് എൻ്റെ ഗതികൾ. ഗുണശേഖരൻ്റെ കൂടെ രാത്രിയും പകലും ഇടവിടാതെ നടക്കുന്ന 2-3 പ്യൂൺസ് ഉണ്ട്. ഇവന്മാരാണ് ഇയാളെ ഹോട്ടലിൽ കൊണ്ടുവന്നതും ഇയാളെ തുണി തേച്ച് കൊടുക്കുന്നതും എല്ലാവരും ബാച്ചിലാണ്. ഇയാളെ തുണി തേച്ച് കൊടുക്കുന്നതെല്ലാം ഈ പിള്ളേരെ. ഞാൻ ഇവന്മാരോട് ചോദിച്ചിട്ട് ഗുണശേഖരന് ഏറ്റവും ഇഷ്ടമുള്ള ആഹാരം എന്തോ? നിങ്ങളെല്ലാം എപ്പോഴും ഹോട്ടലിൽ പോകുന്നു. അവർ പറഞ്ഞ് ചിക്കനാണ് പുള്ളിക്ക് ഏറ്റവും ഇഷ്ടം. എങ്ങനെ ചിക്കൻ ഉണ്ടാക്കി കൊടുത്താലും പുള്ളിക്ക് ഇഷ്ടമാണ്. ചിക്കനാണ് ഏറ്റവും ഇഷ്ടമുള്ളത്. ഞാൻ വീട്ടിൽ വന്ന് എൻ്റെ ഭാര്യയോട് പറഞ്ഞു ഗുണശേഖരന് ചിക്കനാണ് ഇഷ്ടം, അതുകൊണ്ട് ചിക്കൻ ഉണ്ടാക്കാൻ പറഞ്ഞു. ഇവിടെ ഒരു 3-4 രൂപത്തിൽ കോഴി ഇറച്ചി ഉണ്ടാക്കി ചോറും വെച്ചു. അധികം വെജിറ്റബിൾ ഉണ്ടാക്കിയില്ല. കാര്യം 3-4 വ്യത്യസ്ത തരത്തിൽ കോഴി ഇറച്ചി ഉണ്ടാക്കിയത് കൊണ്ട് പിന്നെ അധികം വെജിറ്റബിളിൻ്റെ ആവശ്യമാണില്ല. പറഞ്ഞിരുന്ന സമയത്ത് ഗുണശേഖരൻ എത്തി വന്നു. മേശയ്ക്ക് പഴവന്നിരുന്നു. എനിക്ക് ഈ മണം ശരിയാകുന്നില്ല, എനിക്ക് വേറെ ഒരു മേശ തരും. എന്നെ പറ്റും